ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ബിഗ് ബോസിൽ പോകാൻ ഒരു അവസരം കിട്ടിയാൽ പോവോ? അവസരം കിട്ടിയ സമയം ഷൂട്ട് കിടക്കണം തൊട്ടടുത്ത്. പിന്നെ ഓക്കെ, അപ്പോൾ ഇപ്പൊ എന്തായാലും ഒരു അടിപൊളി കണ്ടസ്റ്റന്റ് എന്ന് പറയാനായിട്ട് ആരാണ് പറയാൻ പറ്റുക? റെഗുലറായിട്ട് കാണുന്ന ഒരാളല്ല, നമുക്ക് റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാറുണ്ടല്ലോ, ഒരു പെർഫോമൻസ് ബിഗ് ബോസ് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഒന്നിനൊന്നും വെച്ചോണം അല്ലേ കാർത്തി? അല്ലേ? അത് നമുക്ക് ആധികാരികമായിട്ട് പറഞ്ഞു. അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് നേരത്തെ മറ്റേ അഖിൽമാരാറുള്ള സീസണിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന് കാണുന്നത്, അതൊക്കെ ആളുകൾ അങ്ങനെയൊക്കെ കണ്ടുള്ള പരിചയമുള്ളൂ. ഞാൻ റെഗുലറായിട്ട് കാണുന്നതല്ല, അങ്ങനെ പരിചയമില്ല അതിനകത്തിലെ ആളുകളൊക്കെ. പിന്നെ ഈ റീൽസിലൊക്കെ ശരി റീൽസിലൊക്കെ വരാറുണ്ടെന്ന് കാണുന്നതല്ലാതെ. ബിഗ് ബോസിൽ എൻ്റെ ഒരു അടുത്ത കുട്ടിയുണ്ട്, അനുമോൾ അനുകുട്ടി. നമ്മുടെ അനിയത്തി കുട്ടിയാണ്. കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ. അതെ അതെ അതെ, അതുകൊണ്ട് ഞാൻ വെറുതെ വായിമച്ചോണ്ട് മിണ്ടായിരിക്കുന്നു. പിന്നെ ഇനിയിപ്പോ ഇത് അവൾ വെളിയിറങ്ങുമ്പോ ഇത് കാണുമ്പം എന്തായാലും ചേട്ടാ എന്റെ പേര് പോലും പറഞ്ഞില്ല ചോദിക്കുന്നത്. അതുകൊണ്ട് അല്ല, അങ്ങനെ സേഫ് ആയിട്ടല്ല, അല്ല അതിന് പറഞ്ഞൊരു കുഴപ്പമില്ല. ഞാൻ റെഗുലറായിട്ട് കാണാത്തോണ്ട് പോസിറ്റീവ് ആണെന്നൊന്നും എനിക്കറിയില്ല. സുഹൃത്തല്ലാവുന്നില്ല. അനുമോൾ നമ്മളെ സ്റ്റാർ മാജിക്കിൽ 8 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. പോകുന്നതിന് മുമ്പ് വിളിച്ച് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് ഞാൻ കയറാൻ പോണിച്ചേട്ടാ എന്ത് പറയണമെന്ന് ഞാൻ പറഞ്ഞ ലാലേട്ടടുത്ത് അദ്വൈതം പറഞ്ഞു. അപ്പൊ ഇനി സെറ്റില് ഏറ്റവും കൂടുതൽ ഭയങ്കര ഉഴപ്പായിരുന്ന ആളാരായിരുന്നു? അതിന്റെ ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ പറയണേ. ഭയങ്കര ഉഴപ്പ്, അതായത് സമയത്തിന് വരില്ല സെറ്റില്, ചിലപ്പോ സമയത്തിനൊന്നും കാര്യമേ ഇല്ല. കാര്യമില്ല. ഈ ഒറ്റ വണ്ടിയാണെങ്കിൽ പോലും ഈ വണ്ടിയിൽ കറക്റ്റ് എല്ലാവരും ഒരേ സമയത്ത് വരും. കറക്റ്റ് എല്ലാവരും ഒരേ സമയത്ത് വരും. ഒരാൾക്ക് വേണ്ടിയും സെറ്റിൽ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ബുദ്ധിമുട്ടില്ല ഈ ഷൂട്ട്. അതായത് ഫൈറ്റോ അല്ലെങ്കിൽ വെയിലത്ത് പോയി നിൽപ്പോ അല്ലെങ്കിൽ മറ്റേ ദേഷ്യം വരുന്ന പരിപാടിയൊന്നുമില്ല. രാവിലെ ഷൂട്ടിനിറങ്ങാനുള്ള കൊതിയാണ്. 6:30 മണിയാകുമ്പോൾ എന്റെ റൂം തുറക്കുമ്പോൾ ഓപ്പോസിറ്റ് കാർത്തികിന്റെ റൂം തുറക്കും, ലൊക്കേഷൻ തുറക്കും, അമ്പിന്റെ റൂം തുറക്കും, നമ്മളെല്ലാം ജോയിൻ ചെയ്യും. ലൊക്കേഷൻ ചെയ്യുമ്പോൾ ഗൗരി വരും. അങ്ങനെ ഒരു ബാധ്യത ഉള്ള ഒരു സെറ്റ്. ഒരുപാട് നന്ദിയുള്ളത് ഇതിന്റെ പ്രൊഡക്ഷനോടാണ്. കാരണം എന്നറിയോ, ഞങ്ങൾ ചെറിയ ആളുകളാണ്, ചെറിയ ബഡ്ജറ്റിലൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങൾക്ക് ഒന്നും ഒരു കുറവ് വരുത്തിയിട്ടില്ല. ലൊക്കേഷൻ ആയാലും ഈവൻ കാരവാൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചെറിയ പടമാണ്. ചെറിയ പടം വെച്ചാൽ നമ്മളൊക്കെ തന്നെയാണ് ഈ പടത്തിന്റെ മെയിൻ ആൾക്കാർ. അപ്പം ജിനിയാണ് എന്റെ പ്രൊഡ്യൂസർ. പുള്ളി നമുക്ക് ചെയ്തു തരുന്ന ഒരു ചെറിയ പടം സെറ്റ് വന്ന അങ്ങനെയൊന്നും അല്ല. എല്ലാ പരിപാടികളും കൊടുക്കും. അതായത് ഫുഡിലായാലും അല്ലെങ്കിൽ മറ്റേ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നതിലായാലും എല്ലാ പരിപാടിക്കും വേറെ ശല്യങ്ങളൊന്നും. ഡയറക്ഷൻ ടീം ആയാലും അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ജിനി അദ്ദേഹം ആയാലും പിന്നെ മുരുകണ്ണൻ എടുത്തു പറയേണ്ട ആളാണ്. മുരുകണ്ണൻ കൺട്രോളർ മുരുകണ്ണൻ. അപ്പൊ മുരുകൻ പിന്നെ ഫോട്ടോഗ്രാഫർ മുരുകനാണ് ചില്ലറ പൈസകളുടെ കൂട്ടി വെച്ചിരുന്നത് എല്ലാവർക്കും കൊടുത്തു. അത് നമ്മൾ റിയലായിട്ട് അല്ല, ഞാൻ കണ്ടോടെന്ന് പറഞ്ഞ ആഴ്ചയിൽ എല്ലാം സെറ്റിൽ ചെയ്യണ്ടേ. നമ്മളിത് കലാരൂപമാണെന്നും പറഞ്ഞുകൊണ്ട് ആരും വെറുതെ ഒന്നല്ലോ ചെയ്യുന്നത്. നാളെ പോയി ഒന്ന് വെറുതെ അന്നും ആരും പോകൂലേ. എല്ലാവർക്കും ജോലിയാണല്ലോ, ഇതുകൊണ്ടല്ലേ എല്ലാവരും ജീവിക്കുന്നത്. അപ്പൊ അതെല്ലാം ഷെഡ്യൂൾ സെറ്റ് ചെയ്യണ്ടേ. എന്നിട്ട് ഇപ്പം നമ്മളെ കണ്ട ഉടനെ OTT ആൾക്കാർ വന്ന് ഇടിച്ചു കയറുന്ന ആൾക്കാർ ആരും ഇല്ല. അപ്പൊ അതിൻ്റെതായ ഒരു പടം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ ഒരു എഫർട്ട് പറയുന്നത് കമ്മട്ടത്തിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ഒരു OTT ഇല്ല. എന്റെ കാര്യം പറഞ്ഞ് പലരും OTT ചെല്ലുന്നുണ്ട്. ഒരുത്തട്ട് വിളിച്ച് ചോദിച്ചാണെങ്കിൽ മറ്റേ OTT വരും. കാരണം OTT എവിടെയാണ് ഒരു പയ്യൻ ചോദിച്ചാൽ അവന്റെ വേറെ ഏതാ മറ്റേ ഇതൊക്കെ പോലെ ഒരു സ്ഥലത്തിന്റെ വരുന്ന കളമശ്ശേരിയൊക്കെ OTT ഉണ്ട്. അത് OTT എവിടെയാണ് പറയാവുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പോസ്റ്ററിൽ കാണുമ്പോൾ ഒരു മനുഷ്യ ചങ്ങല എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. സോ ഇതിന് 6 പാക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം. അപ്പൊ അതിന്റെ പുറകിൽ എന്താണ്? ബാഹുബലിയുടെ ബോഡിയാണ്. എന്റെ ഒരു ആഗ്രഹമാണ് അങ്ങനെ ഒരു മനുഷ്യ ചെങ്ങലയ്ക്ക് ഇതേപോലെ. കാരണം എന്റെ കോസ്റ്റ്യൂം ഉണ്ട് പാണ്ട. അപ്പൊ അതൊന്ന് ഊരിയിട്ടിട്ട് ബോഡി അങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാന്നുള്ള എന്റെ ഒരു ആഗ്രഹമാണ്. ഓക്കെ. അപ്പൊ ഈ കൂട്ടത്തില് പിന്നെ സെറ്റില് ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാരായിട്ടും വൈബ് അടിച്ചിരുന്നിട്ട് എന്തെങ്കിലും ചെറിയ കാര്യം വരുമ്പോ ഒന്ന് പിണങ്ങീഷ് എന്ന് വിളിക്കാൻ പറ്റുന്ന ആരാണ്? ചെറിയത്തിൽ എന്തെങ്കിലും പിണക്കമൊക്കെ വരുന്ന കുറച്ച് പിണക്ക കുഞ്ഞെന്നൊക്കെ പറയാൻ ഞാൻ അതല്ലേ പറഞ്ഞു, തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് ഈ സാധാരണ ലൊക്കേഷൻസിലൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ചൊറിയനായിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടാവും. ഇവിടെ അങ്ങനെ ഒരു
ഞങ്ങൾക്ക് ലൊക്കേഷനിൽ പോകാൻ തിടുക്കുക രാവിലെ. ഞങ്ങൾക്ക് ഒരു റൂട്ടീൻ ഉണ്ട്. ഇപ്പൊ ഇദ്ദേഹം വേറെയാണ് താമസിക്കുന്നത്, ഞങ്ങൾ എല്ലാവരും ഒരിടത്താണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ ഒരു ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ ഇറങ്ങും, വണ്ടി നേരെ ഞങ്ങൾ ഒരു ക്ഷേത്രത്തിൽ അമ്പലത്തിലോട്ട് പോകും. അമ്പലത്തിൽ പോയി തൊഴുതിട്ട് നേരെ നമ്മൾ മറ്റേ മ്യൂസിയത്തിന്റെ അവിടെ പോയി മറ്റേ ഹെൽത്തി ഡ്രിങ്ക് പയർ മുളപ്പിച്ചതും ജ്യൂസും അതുകൊണ്ട് പരിചയപ്പെടും. ഞാൻ ട്രിവാൻഡ്രത്താണല്ലോ, അപ്പൊ ഇതാണ് നമ്മൾ റൊട്ടീൻ. നേരെ ലൊക്കേഷനിലോട്ട് ചെല്ലും. ഇപ്പൊ ഒന്നതിന്റെ ഇടയ്ക്ക് ഏതൊരു അമ്പലം കണ്ടാൽ ഞങ്ങൾ കയറും, അവിടെ കയറും. പോയിട്ട് വളരെ ഭക്തിഗാന പാട്ടൊക്കെ ഇട്ട് രാവിലെ അടിപൊളിയായിട്ട് ഞങ്ങൾ അവിടെ ചെല്ലും. എന്നിട്ട് ഷൂട്ട് കഴിയുമ്പോൾ ഞങ്ങൾ അപ്പൊ ഞങ്ങളുടെ സൗഹൃദം ആ ലൊക്കേഷൻ വെച്ചാണ്. ഞങ്ങൾ അഖിലണ്ണനുമായിട്ട് നേരത്തെ ഞാൻ പടം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കോമ്പിനേഷൻ ഒന്നും വലുതായിട്ടില്ലെങ്കിൽ പോലും ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഇത്ര സൗഹൃദം ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇത്രയും സൗഹൃദം ഞങ്ങൾ തമ്മിലല്ല, മാത്രമല്ല രൂപേഷ് ആയാലും അമ്പി ആയാലും ഞങ്ങളെ സൗഹൃദം ഭയങ്കരമായിട്ട്. ഗൗരി അങ്ങനെ റിലേഷൻഷിപ്പ് നമ്മൾ അങ്ങനെ മെയിൻ ഒരു ഹായ് അയച്ചാൽ 3 മാസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ ഹായ്. വലിയൊരു പടത്തിന് വേണ്ടിയാണ് ഹായ് അയച്ചത്. റിപ്ലൈ ഓക്കെ. അപ്പൊ എന്തായാലും ഗൗരിക്ക് കുറച്ച് സ്റ്റണ്ട് അതുപോലത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെന്നുള്ള പറഞ്ഞത്. അപ്പൊ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഏത് സീനിലാണ്? അങ്ങനെ വല്ല കഷ്ടപ്പാടില്ല? അങ്ങനത്തെ ഭയങ്കര മാസ്മരിക അതെന്തായിരുന്നു കഷ്ടപ്പാട്? അതാ പറഞ്ഞ 2-3 അടി നമ്മൾ അല്ലാതെ ഈ ഒരു ഫൈറ്റോ അല്ലെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനത്തെ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെയും കൂടെ ഒന്ന് ഇതാക്കി അവർക്ക് ഇതാവുന്നത് ഇതൊക്കെ നോക്കുമല്ലോ. ഇത് ക്യാരക്ടറായിട്ട് അങ്ങ് ജീവിക്കും. കടിയെങ്കിൽ കടി, ഇടിയെങ്കിൽ ഇടി, അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ക്യാരക്ടർ തന്നെ ഫുൾ ടൈം ഇങ്ങനെ പോകുന്നൊരു അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ. അപ്പൊ ഈ ഒരു സ്റ്റോറി പറഞ്ഞപ്പോഴത്തേനും ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ഓക്കെ ഇത് ചെയ്യാം എന്നുള്ളൊരു ഏറ്റവും വലിയൊരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ ഒരു സ്റ്റോറിയിൽ കുറച്ച് അടിപൊളിയായിരിക്കും. ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാനാണെങ്കിൽ ഫസ്റ്റ് സ്ക്രിപ്റ്റ് അയച്ചപ്പോൾ എനിക്കിത് വായിച്ചപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല സാധനം, ബിഗിനിങ് ടു എൻഡ് നല്ലൊരു പരിപാടി. അപ്പം എനിക്കങ്ങോട്ട് ക്യാരക്ടർ അങ്ങനെ എനിക്കൊരു ടോട്ടൽ ഒരു ഐഡിയ ഒന്നും കിട്ടുന്നില്ല. എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം നറേഷൻ അല്ല, നമ്മൾ PDF നമുക്ക് കിട്ടിയിട്ട് അങ്ങനെ വായിക്കരുത്. അപ്പൊ അഖിലണ്ണനെ വിളിച്ചപ്പോഴും അഖിലണ്ണൻ സംഭവം ഇഷ്ടമായി. ഒരു എന്താന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല. ഓക്കെ അങ്ങനെ ഒരു ഇത് വന്നു. ലൊക്കേഷനിൽ വായിച്ചപ്പോഴാണ് നമുക്ക് ഇതിന്റെ കുറ്റവാന എന്ന് പറയുന്നത് ഭയങ്കര വലിയ പരിപാടിയാണ്. ഇവരുടെ ദിവസത്തല്ല ഞാൻ എത്തുന്നത്, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ലേറ്റാണ്, അപ്പോഴേ സെലിബ്രേറ്റ് കളിയായിരുന്നു. അതുകൊണ്ടല്ല അവർക്ക് നേരത്തെ എനിക്ക് ഡേറ്റ് വേറെ. ലൊക്കേഷനിൽ എത്തിയിട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ, നമുക്ക് ഓരോ സീൻസ് ഒക്കെ അപ്പം നമ്മൾ ചില സീൻസ് എഴുതി വായിക്കുന്ന പോലെ അല്ല. അദ്ദേഹം അങ്ങോട്ട് നറേറ്റ് ചെയ്ത് തന്നാണ് ഇത് ഇങ്ങനെയാണ് പരിപാടി എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്ത സമയത്ത് നമ്മൾ പരസ്പരം നോക്കാൻ തുടങ്ങി. വേറെ മനുഷ്യന്റെ വേറെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടലായിട്ട് ചെയ്താലും തോൽവിയായിട്ട് ചെയ്താലും ഒരേ ഡയറക്ടർ സാറുണ്ടല്ലോ, ചേട്ടൻ ഇങ്ങനെ എന്താ പറയാ, ചേട്ടൻ നല്ലതാണെങ്കിൽ കട്ട് വിളിക്കുന്നതിന് ഒരു ടോണാ, നല്ലതാണെങ്കിൽ ചേട്ടന്റെ ടോണ് മാറും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇഷ്ടപ്പെട്ടു. നമ്മള് അത് പറഞ്ഞിട്ടുണ്ട് ചിലതിൽ ചേട്ടൻ ഇങ്ങനെ പറയും കട്ട് പ്ലീസ്, അങ്ങനെ പറയും. ചില ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞു കട്ട് പ്ലീസ്, അങ്ങനെ പറഞ്ഞു. അപ്പൊ ചില നല്ല സീൻസ് ആണെങ്കിൽ അത് നമുക്ക് തോന്നും ചേട്ടനൊക്കെ അത് വർക്കായി, ചില ചേട്ടൻ കഴിഞ്ഞിട്ട് അങ്ങനെ. ഇത് സംബന്ധിച്ചാൽ നമ്മളിപ്പോ ഒരു ടേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ വെച്ചാൽ കട്ട് പ്ലീസ്, അപ്പൊ അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് എടുത്തു പോകും, ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇത് കാണും. അപ്പൊ നമ്മൾ അടുത്ത് എന്നിട്ട് ഓക്കെ ആയിരുന്നു ആദ്യം പുള്ളി ആ യൂണിവേഴ്സിൽ നിന്ന് ഇറങ്ങി വന്നിട്ടേ ഓക്കെ ആയിരുന്നു. പിന്നെ അത് ഞാൻ ഡയറക്റ്റ് പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മള് ഭയങ്കര കമ്പനി ആയിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട്, അദ്ദേഹവും ഭയങ്കര കമ്പനി ആയിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ച് എന്നോട് കാർത്തിക് ഞാൻ എന്റെ വെബ് സീരീസിന്റെ ലൊക്കേഷനിലൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം കമ്പനി ആയിട്ട് സംസാരിച്ചിട്ട് അങ്ങോട്ട് പോയി എവിടെ ആയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് മറ്റേ പുള്ളി അങ്ങനെ ഞാനിവിടെ വയറ്റിലായി. പുള്ളി നമ്മൾക്ക് സാറിങ്ങനെ വന്നിട്ട് എന്തെങ്കിലും കൂടുതൽ പറയുകയാണെങ്കിൽ അസോസിയേറ്റ് ഒക്കെ DC ചേട്ടനോ അല്ലെങ്കിൽ നീ ചേട്ടനോ അതൊക്കെ ആയിരിക്കും പറയുന്നത്. ചേട്ടൻ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ലേ ഒന്നും മനസ്സിലാവൂല ചിലപ്പോ. അപ്പൊ ചേട്ടൻ ചെന്ന് ചോദിക്കും ചേട്ടാ ഓക്കെ ആ മൈൻഡാണ് ചേട്ടൻ. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നന്നായിട്ട് ചെയ്താൽ ഭയങ്കര അപ്രീസിയേഷനും ഇല്ല, മോശമായിട്ട് ചെയ്താലും പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മളോട് പറയുന്നതേ ഭയങ്കര ഇത് അടുത്ത് വന്നിട്ട് പറയത്തുള്ളൂ. അലപ്പ് ബഹളമൊന്നുമില്ല, കാണിക്കണം അങ്ങനത്തെ പരിപാടിയൊന്നും നീറ്റായിട്ട് പറഞ്ഞു കറക്റ്റ് മാറ്റർ ഒന്ന് പറഞ്ഞു തരും. അദ്ദേഹം അദ്ദേഹത്തിന്റെ ടീമും ഡയറക്ഷൻ ടീമും എല്ലാം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇത്. എല്ലാവർക്കും
ഈ സിനിമ എങ്ങനെയും നന്നാകണം, അങ്ങനെ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അവർക്ക് വേറെ ഡീവിയേഷൻസ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാനും നമുക്ക് വീണ്ടും വീണ്ടും നല്ലതായിട്ടൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിരുന്നു.